നമസ്തേ. ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവിതശൈലിയും ഫുഡ് ഹാബിറ്റ്സും കാരണം മിക്ക ആൾക്കാരും നേരിടേണ്ടി വരുന്ന ഒരു ഇഷ്യൂ ആണ് അമിതവണ്ണം, പ്രത്യേകിച്ച് വയറിൻ്റെ ഭാഗത്ത്. ചിലരിലെങ്കിലും അത് ഒരു ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ കോൺഫിഡൻസിൻ്റെ കുറവ് വരുത്താൻ ഇടയാകുന്നുണ്ട്. സോ ഇന്നത്തെ യോഗ വീഡിയോയിൽ നമ്മൾ പരിശീലിക്കാൻ പോകുന്നത് ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന 5 ആസനകളാണ്. ഈ ആസനാസ് എല്ലാം നമ്മുടെ മണിപ്പൂര ചക്ര, അതായത് സോളാർ പ്ലെക്സസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ആസനാസ് കൂടിയാണ്. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ചതുരംഗ ദണ്ഡാസനം അഥവാ പ്ലാങ്ക് പോസ്. ഇതൊരു ബിഗിനർ ലെവൽ സ്ട്രെങ്തനിങ് ആസനയാണ്. ഇത് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ ടേബിൾ പോസിൽ സ്റ്റാർട്ട് ചെയ്യുക. ആ പൊസിഷനിൽ സാവധാനം ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട്. ദെൻ സാവധാനം ശ്വാസം അകത്തേക്കെടുത്ത് കാൽമുട്ടുകൾ ഉയർത്തി അല്പം ബാക്കിലോട്ടായിട്ട് കൊണ്ടുവരിക. ശരീരം ഒരു സിംഗിൾ ലൈനായിട്ട് അലൈൻ ചെയ്തിരിക്കും. നമ്മുടെ മുഴുവൻ ശരീരവും ഗ്രൗണ്ടുമായിട്ട് 4 പോയിന്റുകളിലെ കോണ്ടാക്ട് വരുന്നുള്ളൂ, അതായത് നമ്മുടെ 2 കാൽപാദങ്ങളും കൈപ്പത്തികളും. മാക്സിമം നമ്മുടെ വയറ് അകത്തോട്ട് വലിച്ച് നമ്മുടെ കോറ് സ്ട്രെങ്തൻ ചെയ്യുക. നമ്മുടെ അരയുടെ ഭാഗം കൂടുതൽ ഉയരാനോ അതേപോലെ തന്നെ കൂടുതൽ താഴാനോ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. നോട്ടം നമ്മുടെ 2 കൈപ്പത്തികളുടെ ഇടയിലായിരിക്കും. ഈ പൊസിഷനിൽ ഡീപ്പ് ഇൻഹീൽസ് ആൻഡ് എക്സെയിൽസ് എടുക്കുക. മാക്സിമം നമ്മുടെ അബ്ഡോമിനൽ മസിൽസിനെ സ്പൈനിലോട്ട് വലിക്കാൻ ശ്രമിക്കുക. തല നമ്മുടെ നട്ടലിൻ്റെ അതേ ലൈനിലായിരിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കൂടുതലും നമ്മുടെ കൈപ്പത്തികളിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കും. ഈ പൊസിഷനിൽ നിന്ന് ഒരു 5 to 10 ടൈംസ് ബ്രീത്ത് എടുക്കുക. ഡീപ്പ് ഇൻഹലേഷൻസ് ആൻഡ് സ്ലോ എക്സലേഷൻസ്. ദെൻ സ്ലോലി പതിയെ കാൽമുട്ടുകൾ താഴ്ത്തിക്കൊണ്ടുവരിക. ദെൻ കം ടു ശശാങ്കാസന. ആ പൊസിഷനിൽ റെസ്റ്റ് ചെയ്ത് സ്ലോലി ബാലാസനത്തിലോട്ട് വരിക. ദെൻ ചിൻ ലോക്ക് ചെയ്ത് കം ടു വജ്രാസന. ചിൻ ലോക്ക് മാറ്റുക. ഈ ആസന സൂര്യ നമസ്കാരയിലും ഉൾപ്പെട്ടിട്ടുണ്ട്. അടുത്ത് നമ്മൾ നോക്കുന്നതാണ് നൗകാസന അഥവാ ബോട്ട് പോസ്. ഇതൊരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ബാലൻസിങ് ആസന കൂടിയാണ്. ഇത് ചെയ്യാനായിട്ട് ഫസ്റ്റ് ശവാസനത്തിൽ കിടക്കുക. ആ പൊസിഷനിൽ ദീർഘമായി ശ്വസിക്കുക. ദെൻ ദീർഘമായൊരു ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് 2 കൈകളും ശിരസിന് മുകളിലേക്ക് നീട്ടി തറയിൽ പതിച്ചു വയ്ക്കുക. ശരീരം പൂർണ്ണമായും നിവർന്നിരിക്കണം. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വീണ്ടും ദീർഘമായൊരു ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ, തല, കഴുത്ത്, കാലുകൾ എന്നിവ ഉയർത്തുക. നടുവിൻ്റെ ഭാഗത്ത് ഭാരം കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. സാവധാനം ആ നിലയിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുക. ദെൻ ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് പൂർവ്വസ്ഥിതിയിലെത്തുക. ആൻഡ് റെസ്റ്റ് ഇൻ ശവാസന. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ആസനയാണ് സേതുബന്ധനാസന അഥവാ ബ്രിഡ്ജ് പോസ്. ഇതൊരു ബിഗിനർ ലെവൽ ബാക്ക് ബെൻഡ് പോസ് കൂടിയാണ്. ഇതും സ്റ്റാർട്ട് ചെയ്യുന്നത് ശവാസനത്തിൽ നിന്നാണ്. ആ പൊസിഷനിൽ ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ. ദെൻ കാൽ മുട്ടുമടക്കി ഉപ്പൂറ്റികൾ പൃഷ്ഠഭാഗത്തോട് ചേർത്ത് വയ്ക്കണം. കൈകൾ ശരീരത്തിന് ഇരുവശത്തുമായി ചേർന്നിരിക്കും. സാവധാനം അരഭാഗം ഉയർത്തുക. തുടർന്ന് വയറ്, നട്ടല് എന്നിങ്ങനെ ഉയർത്തിക്കൊണ്ടുവരിക. അവിടെ നിന്നും കാലുകൾ കഴിയുന്നത്ര മുന്നോട്ട് നീട്ടിവെക്കണം. വേണമെങ്കിൽ കൈകൾ കൊണ്ട് അരയ്ക്ക് ഇരുവശവും താങ്ങുക. ആ നിലയിൽ ആഴത്തിൽ ശ്വസിക്കുക. ദെൻ എക്സേൽ ചെയ്തുകൊണ്ട് സാവധാനം പൂർവ്വസ്ഥിതിയിലെത്തി ശവാസനത്തിൽ വിശ്രമിക്കുക. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന 2 ആസനാസ് നമ്മുടെ ലോവർ അബ്ഡോമിനൽ മസിൽസിലെ മെയിൻലി ടാർഗറ്റ് ചെയ്യുന്ന ആസനാസ് ആണ്. അതായത് മേരുദണ്ഡാസനവും പൂർണ്ണ മേരുദണ്ഡാസനവും. മേരുദണ്ഡത്തിന് വഴക്കവും ശക്തിയും നൽകുന്ന ആസനയാണിവ. സോ ഫസ്റ്റ് ശവാസനത്തിൽ കിടക്കുക. ദെൻ സ്ലോലി കാലുകൾ ചേർത്ത് വയ്ക്കുക. കൈകൾ ശരീരത്തിന് ഇരുവശത്തുമായി വയ്ക്കുക. ദീർഘമായൊരു ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വലത് കാൽ ഉയർത്തുക. കാൽ മുട്ട് മടങ്ങാതെ ശ്രദ്ധിക്കണം.
ശ്വാസം ഉള്ളിൽ നിർത്തുവാൻ കഴിയുന്ന സമയം അത്രയും ആ നിലയിൽ തുടരുക. ശ്വാസം സാവധാനം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാല് താഴ്ത്തി പൂർവ്വസ്ഥിതിയിലെത്തുക. ഒരു 3 to 5 ടൈംസ് കാലുകൾ മാറ്റി മാറ്റി ഈ സ്റ്റെപ്സ് ആവർത്തിക്കാം. നെക്സ്റ്റ് പൂർണ്ണ മേരുദണ്ഡാസനം. ദീർഘമായി ശ്വസിച്ചുകൊണ്ട് സാവധാനം ഇരു കാലുകളും ഉയർത്തുക. കഴിയുന്നിടത്തോളം ശ്വാസം ഉള്ളിൽ നിർത്തി ആ നിലയിൽ തുടരുക. ദെൻ സാവധാനം നിശ്വസിച്ചുകൊണ്ട് കാലുകൾ പതിയെ താഴ്ത്തി പൂർവ്വസ്ഥിതി പ്രാപിക്കുക. ഒരു 3 മുതൽ 4 പ്രാവശ്യം ഇതേ സ്റ്റെപ്സ് ആവർത്തിക്കുക. ദെൻ ശവാസനത്തിൽ റെസ്റ്റ് ചെയ്യുക. സോ ഇന്ന് നമ്മൾ നോക്കിയത് നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന 5 ആസനാസ് ആണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. വീണ്ടും കൂടുതൽ ആസനാസുമായി കാണുന്നത് വരെ നല്ല നമസ്കാരം.